Hi guys, Assalamu alaikum. ഇന്ന് ഞാൻ ഉള്ളിവടയാണ് ചെയ്യുന്നത്. നമ്മുടെ നാടൻ ഉള്ളിവട കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. ഒരുപാട് മാറ്റം വരുത്തുന്നൊന്നുമില്ല. ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവട നമുക്ക് കിട്ടും. ഈ ഉള്ളിവടൻ്റെ ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ തന്നെയാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉള്ളിവടയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള എടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് തിന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമ്മളെ ഉള്ളിവടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ സവാളയൊന്നല്ല എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ഒരുപാട് ഇടൊന്നും വേണ്ട. ഉള്ളിവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ സവാള കുറച്ചുകൂടി സോഫ്റ്റ് ആവുക. ഇതിനി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിവടയിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന അത്രയും സമയം മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപ്പിട്ട് വെച്ചതല്ലേ, സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവുകയും ചെയ്യും. സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പം നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഉള്ളിവടയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവും മൈദയാണ്. കുറേ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിവടയിൽ ചേർക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. രണ്ടും 2 പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഓരോരോ സ്പൂൺ വെച്ചിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പൊടിയൊക്കെ നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ എത്രയാണ് വേണ്ടി വരാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഉള്ളിയിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്ന സമയത്തേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് വെള്ളമൊക്കെ ഉള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിൽ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരുപാടൊന്നും കൂടാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാടാകുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഇതൊക്കെ അത്രയും ചേർക്കുന്നുണ്ടോ, അപ്പം തന്നെ നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ ഉള്ളിവടക്ക്. അതുപോലെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു എരിവും ഉണ്ടാവും, നല്ലൊരു കളറും കിട്ടും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. അതുപോലെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഇടുക. അപ്പം നല്ല എരിവും കിട്ടും, നല്ല കളറും ഉണ്ടാവും. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയും കൂടി ചേർത്തിട്ട് ഇതെല്ലാതും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് ആദ്യം ചേർത്തതാണ്, കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടലമാവും മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. ആദ്യം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇടുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇനി 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പൊടികളെല്ലാം കൂടി തട്ടിയിട്ട് ഒന്നിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇങ്ങനെ കുറച്ചിട്ടിട്ട് മാത്രമേ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉള്ളിവടയിൽ മാവിനെക്കാട്ടിയും കൂടുതൽ ഉള്ളി ആയിരിക്കണമല്ലോ ഉണ്ടാവേണ്ടത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പൊടികൾ ചേർത്ത് കൊടുക്കുക ഇതേപോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ വീണ്ടും 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂൺ മൈദമാവും 2.5 ടേബിൾ സ്പൂൺ കടലമാവും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഈ ഉള്ളിവടയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടാനും അതുപോലെ ഒന്ന് പരത്തുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഓരോ ഉള്ളിക്കും പൊടി ഇടുന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു അളവ് തന്നെ ആയിരിക്കൂല ഉണ്ടാവുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ കുഴച്ചെടുത്തതിൽ മാവല്ല കൂടുതലുള്ളത്, ഉള്ളിയാണ് കൂടുതലുള്ളത്. അപ്പോഴായിരിക്കും നമ്മളെ ഉള്ളിവടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മാവ് കൂടി കഴിയുമ്പോൾ മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാലും ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ പരത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ പോലെ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പരത്തിയിട്ടിടുന്ന സമയത്താണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതുപോലെ ഉള്ള നന്നായിട്ട് കുക്കാവും ചെയ്യും. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും കുക്കായി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിവട കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ അധികം ചേർത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഞാനിതിന് പൊട്ടിച്ച് കാണിക്കുക. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. അതുപോലെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണ ഉള്ളിവട കണ്ടിട്ടില്ലേ, ഉൾഭാഗത്ത് അധികം കുക്കായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മാവൊക്കെ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ. കൂടുതൽ ഉള്ളിയും കുറച്ച് മാവും ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിവടക്ക്. അപ്പോൾ ഇനി ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒറിഗാനും കോൺഫ്ലോറും കസൂരി മേത്തി മുട്ടയൊക്കെ ചേർത്തിട്ട് ഉള്ളിവട ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്